വെള്ളപ്പാണ്ട് കാരണം മാനസികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നായകനാണ് ജ്യോതിഷ്. അവന് ഒരു സൂപ്പർ മാർക്കറ്റിലാണ് ജോലി. സിനിമയിൽ അഭിനയിക്കുക എന്നതാണ് അവൻ്റെ ആഗ്രഹം. കുടുംബം നോക്കാൻ കഷ്ടപ്പെടുന്ന അമ്മ, സിനിമാ മോഹവുമായി നടന്ന് സാമ്പത്തികമായി തളർന്ന അച്ഛൻ, ഒരു അനിയത്തി എന്നതാണ് ജ്യോതിഷിൻ്റെ കുടുംബം. അവൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ്. ഒരു ദിവസം അവൻ്റെ പെങ്ങൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കൂടെ ഒളിച്ചോടി പോകുന്നു. കുടുംബം നോക്കാതെ നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് അവൻ്റെ അമ്മ പറയുന്നു. ഒരു ദിവസം അവൻ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് നായികയായ സന്ധ്യയെ കാണുന്നു. തമ്മിൽ ഇഷ്ടത്തിലാകുന്നു. ജ്യോതിഷിൻ്റെ പാടുകളെ അവർ കുറവായിട്ടല്ല, മറിച്ച് ഭാഗ്യമായിട്ടാണ് കാണുന്നത്. ഒരു ദിവസം അവന് യാദർച്ഛികമായി ഒരു ഷോർട്ട് ഫിലിമിൽ അഭിനയിക്കാൻ അവസരം ലഭിക്കുന്നു. ആ ഷോർട്ട് ഫിലിമിൻ്റെ ഡയറക്ടർ അവനോട് ഒരു സിനിമ ഓഡീഷൻ നടക്കുന്ന കാര്യം പറയുന്നു. ജ്യോതിഷ് അവൻ്റെ ഭാഗ്യം പരീക്ഷിക്കാൻ ഓഡീഷന് പങ്കെടുക്കുന്നു. അവൻ ഓഡീഷൻ പാസ്സാകുന്നു. എന്നാൽ ഷൂട്ടിൻ്റെ സമയത്ത് അവൻ്റെ ദേഹത്തെ പാണ്ട് കണ്ട് അസിസ്റ്റന്റ് ഡയറക്ടറും ക്യാമറാമാനും ഒക്കെ അവനെ കളിയാക്കുന്നു. അത് അവനെ മാനസികമായി തളർത്തുന്നു. അപമാനിതനായ അവൻ സ്ഥലം വിടുന്നു. സിനിമയുമായി ബന്ധപ്പെട്ട് വീട്ടിലും അമ്മയുമായി വഴക്കുണ്ടാക്കുന്നു. അമ്മയും അവൻ്റെ കുറവുകൾ പറഞ്ഞ് കളിയാക്കുന്നു. അതവനെ പൂർണ്ണമായും തകർക്കുന്നു. എന്നാൽ ആ സമയത്ത് സന്ധ്യ അവന് പിന്തുണ നൽകുന്നു. അവൻ അവൻ്റെ അവസ്ഥയെ അംഗീകരിക്കാൻ പഠിക്കുന്നു. മുമ്പ് ജ്യോതിഷിനെ വിളിച്ച സംവിധായകൻ പുതിയ സിനിമയിലേക്ക് അവനെ പിന്നെയും വിളിക്കുന്നു. എന്നാൽ അവിടെ ആ പഴയ അസിസ്റ്റന്റ് ഡയറക്ടറും ഉണ്ടായിരുന്നു. ജ്യോതിഷും അസിസ്റ്റന്റ് ഡയറക്ടറുമായി വഴക്കുണ്ടാകുന്നു. ജ്യോതിഷ് പരുക്ക് പറ്റി ആശുപത്രിയിലാകുന്നു. ആശുപത്രിയിൽ വെച്ച് ഓഡീഷൻ നടത്താമെന്നവൻ പറഞ്ഞിട്ട് ആത്മധൈര്യത്തോടെ ഷർട്ട് ഊരി മാറ്റുകയും അവൻ നല്ല കോൺഫിഡൻ്റായി അഭിനയിക്കുകയും ചെയ്യുന്നു. അവൻ തൻ്റെ വെള്ളപ്പാണ്ടുകളെ കുറവായി കാണുന്നത് അവസാനിപ്പിച്ചതുകൊണ്ട് ഈ സിനിമ തീരുന്നു.